ഇതാണ് നമ്മുടെ സ്ഥാനാർത്ഥി. ചിഹ്നം കണ്ടില്ലേ? പെട്ടി പെട്ടി. പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, ചിഹ്നം മാറി കുത്തരുത്. നമ്മുടെ ചിഹ്നം പെട്ടി, ഷോക്കേസ്. അവരെങ്ങ് വിളിക്കേ. നിന്റെ ശാന്തി. അയ്യോ, നിന്റെ പെണ്ണുമ്പളെ പിടിക്കണ. എന്തുപറ്റി? എന്റെ വീട്ടിന്റെ അടുത്തുള്ളതാ. അല്ല, ഇതാ ഒന്നുമില്ല. ഒരു കാര്യം പറയൂ, ഒരു കാര്യം. വന്നേ വാ, ഇപ്പൊ വിടാന്ന്. ഇതാണ് നമ്മുടെ സ്ഥാനാർത്ഥി മാമച്ചൻ. ചെന്ന് കൂട്ടിയേക്ക്. അടുത്തടുത്തേക്ക്. ഇങ്ങോട്ട് മുട്ടേക്ക്. ഇറങ്ങണം. ഇറങ്ങിങ്ങോട്ട്, ആൾക്കാർ നിൽക്കണം. വാ വരൂ മാമച്ച, വരൂ. നമസ്കാരം. പ്രധാനമന്ത്രി ആയിരിക്കും. എങ്ങോട്ടാണ് ഇടിച്ചത്? എന്താണ് ടോണി വെക്കാനത്? കൊണ്ടുപോയി ഇടിച്ചോളൂ. ഹലോ, ഇല്ല ഇവിടെ കുഴപ്പമൊന്നുമില്ല. ഇനി ഞാൻ വോട്ട് ചെയ്യട്ടെ. സമയം കഴിഞ്ഞല്ലോ. അയ്യോ, 5 മണി ആവണമല്ലോ. സമയം കഴിഞ്ഞു. അല്ല, അങ്ങനെ പറഞ്ഞ അങ്ങനെ എനിക്ക് വോട്ട് ചെയ്യണ്ടേ? തന്നോടല്ലേ പറഞ്ഞ സമയം സമയം കഴിഞ്ഞു. നിന്റെ വീട്ടിലൊന്നുമല്ല വോട്ട് ചെയ്യാൻ നിങ്ങളുടെ എവിടെ ഉത്തരം സംഭവം ഇവിടെ? വിട്ടേ, വിട്, വിട്ടേ. വൈഫിനെ കാണിക്കാനാ. പിടിച്ചോ. ഇങ്ങോട്ട് നടക്കണ. നടക്ക്. വെള്ളിമൂങ്ങ. ഞാൻ വിളിക്കാം. നീ നേരത്തെ എത്തിയായിരുന്നോ? ഞാൻ ട്രിവാൻഡ്രത്തിന് രാവിലെ എത്തി. പിന്നെ നേരെ പോന്നു. ഒരു കാര്യം ചെയ്യ്, കൗണ്ടിങ്ങിന് നീ ഇരിക്കേ. ഞങ്ങൾ ഹോട്ടലിൽ കാണാം. എന്നോട് വിളിച്ചാൽ മതി. ഓ ശരി ശരി. 140 കേന്ദ്രങ്ങളിൽ രാവിലെ 7 മണിയോടെ വോട്ടെണ്ണൽ തുടങ്ങും. 9 മണിയോടെ ആദ്യ ഫലങ്ങൾ പുറത്തുവരുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. അതെ, ഇപ്പൊ ഏതാണ് കൊലത്തുന്ന ഗോപിയുടെ വിചാരം? ബാലറ്റ് പെട്ടി തുറക്കുമ്പോ കാണാം മാമച്ചനെ 8 നില പൊട്ടുന്നത്. ശരി ഗോപി. ഇപ്പോൾ കിട്ടിയ ഏറ്റവും പുതിയ വാർത്തയിലേക്ക്. 14ാം കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഫലങ്ങൾ പുറത്തുവന്നപ്പോൾ 4 സീറ്റുകളുമായി UPF മുന്നിൽ. ഹരിപ്പാട്, മാള, നെയ്യാറ്റിൻകര, പാല നിയോജക മണ്ഡലങ്ങളിൽ UPF വിജയിച്ചപ്പോൾ തലശ്ശേരി LPF നിലനിർത്തി. മഞ്ചേരിയിൽ UPFന്റെ KK അഹമ്മദ് കുട്ടി 50,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. എറണാകുളം, കോഴിക്കോട്, ഇരിക്കൂർ, ചേർത്തല, അടൂർ നിയോജക മണ്ഡലങ്ങളിൽ UPF വ്യക്തമായ ലീഡ് നിലനിർത്തുന്നു. അവർക്ക് അനുകൂലാണല്ലോ. പണി പാളൂ. ഇരുമുന്നണികളും ഒപ്പത്തിനൊപ്പം മുന്നേറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളം ആര് ഭരിക്കുമെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. ഫലം പ്രഖ്യാപിച്ച 130 മണ്ഡലങ്ങളിൽ ഇരുമുന്നണികളും 65 സീറ്റ് വീതം നേടിയിട്ടുണ്ട്. ബാക്കിയുള്ള 10 സീറ്റുകളിൽ 5 വീതം സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. പിറവം നിയോജക മണ്ഡലത്തിൽ K സുരേന്ദ്രൻ 3000 വോട്ടുകൾക്ക് വിജയിച്ചു. പുതുപ്പള്ളി മണ്ഡലത്തിൽ UPFന്റെ എല്ലാ കണ്ണുകളും ഇരിക്കൂറിലേക്ക്. ഇരിക്കൂർ കേരളത്തിന്റെ വിധി എഴുതും. വോട്ടെണ്ണൽ പൂർത്തിയായ 139 സീറ്റുകളിൽ LPFന് 70ഉം UPFന് 69 സീറ്റുകൾ. കേരളത്തിൽ തൂക്ക് മന്ത്രിസഭയ്ക്ക് സാധ്യത. ഇരിക്കൂറിൽ UPF സ്ഥാനാർത്ഥി KP ജോസഫ് വിജയത്തിലേക്ക്. ഇരിക്കൂറിൽ ലീഡ് നില മാറി മറിയുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. ഇരിക്കൂറിൽ 80% വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ UPF സ്ഥാനാർത്ഥി KP ജോസഫ് തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി CP മാമച്ചനേക്കാൾ 3000 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. ഇരിക്കൂറിൽ 6ാം തവണ ജനവിധി തേടുന്ന KP ജോസഫ് കഴിഞ്ഞ 5 തവണയും വിജയിച്ചിരുന്നു. ഇത്തവണ കേരളം ഇടത്തോട്ട്. ഫലം പ്രഖ്യാപിക്കാനുള്ള ഇരിക്കൂർ മണ്ഡലത്തിൽ 98% വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ DNCയുടെ CP മാമച്ചൻ 2000 വോട്ടുകളുടെ വ്യക്തമായ ഭൂരിപക്ഷം നിലനിർത്തുന്നു. ഇരിക്കൂറിൽ അവസാനിക്കുന്നത് 30 വർഷത്തെ ആധിപത്യം. ചരിത്രം തിരുത്തി LPF 2ാം തവണയും അധികാരത്തിലേക്ക് എത്തുകയാണ്. തോറ്റെന്നാണോ മാമച്ചൻ കേട്ടാ? സ്വാമി, നമ്മുടെ കളി ഏതായാലും ഏറ്റു. ഇനി മാറ്റമൊന്നും ഉണ്ടാകില്ല. 2000-ലെ ലീഡുണ്ടല്ലോ. അത് ചുമ്മാ ഒന്ന് വരണ്ടായിരുന്നു. ഗോപിക്ക് സംശയമൊന്നുമില്ല. അവൻ കട്ടയ്ക്ക് കൂടേക്കുവാ. സ്വാമിക്ക് ഒരു കുഴപ്പം വരാതെ ഞാൻ നോക്കിക്കോളാം. ഒരുപാട് നന്ദിയുണ്ട് സ്വാമി. ഞാൻ വിളിക്കാം. മാമച്ച, ന്യൂസ് ശരിക്കും കേട്ടായിരുന്നോ? അവര് പറയാൻ നമ്മൾ ജയിച്ചു. അതിന് നിങ്ങളല്ലേ പറഞ്ഞേ? സഖാവേ, നന്ദി. സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. ചിരി തിരക്കേല. ഞാൻ തിരിച്ചു വിളിക്കട്ടെ. എന്നാ പറഞ്ഞ? ജയിച്ചെന്ന്. എടാ, ജയിക്കാൻ വേണ്ടി ഞാൻ അത്ര കഷ്ടപ്പെട്ടു നിനക്കറിയാവോ? മാമച്ച, നിങ്ങൾ തന്നെയല്ലേ? പ്ലീസ്. ശർമാജി, ശുക്രിയ. ശുക്രിയ. मैं बात करूंगा. मैं പിന്നീട് बात करूंगा.
നിങ്ങളുടെ ഒരു കരുങ്ക എടോ മനുഷ്യൻ നിങ്ങളല്ലേ പറഞ്ഞു ഇവിടെ തോറ്റാലേ കേന്ദ്രത്തിൽ മന്ത്രിയാൻ പറ്റുള്ളത് ഞാനോ ആ അന്ന് ജോസിനോട് അത് ചുമ്മാ പറഞ്ഞല്ലേ? വെറുതെ പറഞ്ഞാന്നോ? ഇന്നലെ വരെ നിങ്ങൾ ഇതല്ലല്ലോ പറഞ്ഞേ. എടാ എന്തോരം പണിപ്പെട്ട ഒരു സീറ്റ് ഒപ്പിച്ചത് എനിക്കറിയാം. അപ്പൊ അവിടെ ഗോപിക്ക് കയറി നിൽക്കണം. അന്നേരം ചുമ്മാ ഞാൻ ഉണ്ടാക്കിയത് ഈ കേന്ദ്രമന്ത്രി കഥ. അപ്പൊ കേന്ദ്രത്തിൽ ഒന്നുമില്ലേ? കേന്ദ്രത്തിൽ ഉണ്ട ഒഴുങ്ങി വെച്ചേക്കുവാ. എന്നാ പിന്നെ ഞാൻ പോസ്റ്റർ കീറിയതും ജോസിനെ തെറി പറഞ്ഞൊക്കെ എന്തിനായിരുന്നു? ഞാൻ പറഞ്ഞു എന്നാ സോറി. എടാ പാച്ച, നമ്മൾ തോക്കാൻ നോക്കുമ്പോ അവർ നമ്മൾ ജയിപ്പിക്കാൻ നോക്കും. ഉപദ്രവിക്കാന്നുള്ളതാണല്ലോ അവന്മാരുടെ ലൈൻ. അല്ലെങ്കിൽ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് ചെയ്യണമെങ്കിൽ ചോള എത്ര വേണമെന്നാ? ഇനി പാർട്ടി വണ്ടി തന്നെയും കിട്ടിയാൽ തന്നെ അതിന്റെ 10 ദിവസം കൂട്ടിലടിച്ച് മാറ്റും. ഇതിപ്പോ ജോസിന്റെ ഭാര്യയുടെ കെട്ടുതാൽ ഒരു പണയത്തിലായ സ്ഥിതിക്ക് നമുക്കൊരു ആശ്വാസമായില്ലേ? അപ്പൊ ഗോപിയുടെ കാര്യം? ഗോപിയുടെ കാര്യം ഗോപി വാ. ഞാൻ വരുന്നില്ല. നിങ്ങൾക്ക് സത്യം എന്നോടെങ്കിലും പറഞ്ഞുകൂടായിരുന്നു? നിന്നോട് ഇത് പറയണമെന്ന് ഞാൻ ആദ്യമേ വിചാരിച്ചു, പിന്നെ വേണ്ടാന്ന് വെച്ചു. അഭിനയത്തിൽ നിനക്ക് എന്റെ അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തോണ്ട് ഒരു കള്ള ലക്ഷണം വരും. അത് കണ്ട അവന്മാര് പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും. എന്റെ കന്നിവോട്ട് വെറുതെ പോയില്ലേ? കന്നിവോട്ടല്ലേ, കന്നികാത്തൊന്നുമല്ലോ മാമച്ച. ഇതെങ്കിലും ഞാനൊന്ന് വിശ്വസിച്ചോട്ടെ. അതോ ഇത് വിശ്വസിക്കാം. എന്നാ നമുക്ക് ആഘോഷിക്കണം. അവരാഘോഷം തുടങ്ങിയില്ലേ? എന്നാ പിന്നെ നമുക്ക് കളക്കാം. അഴിച്ചിട്ടാ ഏ? MLA.